എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. ആ വ്യക്തിയെ ഓർത്ത് 2 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗാണ് പറയുന്നത്. അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്. ഈ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് നൽകിയ സ്നേഹം, നിങ്ങൾ അവർക്ക് നൽകിയ കാരുണ്യം, പിന്തുണ, അത് അവരുടെ ജീവിതത്തിൽ ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും സഹകരണവും നന്മയും ഒക്കെ തോന്നിയത് നിങ്ങളുടെ പ്രവൃത്തികൾ മൂലമാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നൽകിയ പിന്തുണ അവരെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അവർക്കറിയാം മറ്റുള്ള ആളുകളുടെ സ്നേഹം പോലെയല്ലായിരുന്നു. ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങളെ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. അവരെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ കാലുകുത്താനും ഇവിടെ ജീവിക്കാനും സഹായിച്ചത് നിങ്ങൾ മാത്രമാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരെ കൃത്യമായി നിങ്ങൾക്കറിയാം. അവർ എന്തെല്ലാം പ്രവൃത്തികളാണ് നിങ്ങളോട് ചെയ്തത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. ഏതായാലും ജീവിതത്തിൽ വലിയ ഒരു പിന്തുണ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയെന്ന് അവർക്കറിയാം. നിങ്ങൾ സഹായിക്കുമെന്ന് കരുതിയ, നിങ്ങളെ സഹായിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു ധാർമ്മികമായിട്ടെങ്കിലും സഹായിക്കേണ്ടിയിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർ നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കി, അവർ നിങ്ങളെ തകർക്കാൻ നോക്കി. അന്ന് നിങ്ങൾക്കൊരുപാട് ദുഃഖം തോന്നിയിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ ഈശ്വരൻ നിങ്ങളെ പിടിച്ചു നിർത്തി. അതിനുശേഷമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സഹായം ചോദിച്ചു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മുകളിലുള്ള ഒരു ശക്തിയാണ് എല്ലാത്തിൻ്റെയും പ്രേരകം എന്നുള്ളത്. അക്കാലത്ത് മാനസികമായിട്ടും എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ ഒപ്പം നിന്നത് നിങ്ങളുടെ ഈ വ്യക്തിയാണ്. മാനസികമായിട്ട് നിങ്ങൾക്ക് ആത്മബലം നൽകിയത്, ആ സഹായമാണ് നിങ്ങൾ തിരിച്ച് ആ വ്യക്തിക്ക് നൽകിയത്. പക്ഷെ അത് ആ വ്യക്തിയിലേക്ക് ചെന്നപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പ്രണയിക്കാനും ഒക്കെ അത് കാരണമായി മാറി. എന്തുകൊണ്ട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉത്തരം ഈ പറഞ്ഞതിലുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ജീവിതം ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സ് തുറന്നു പറയാൻ പോലും നിങ്ങൾക്കാരും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നത്. ആ വ്യക്തിയിൽ നിന്നും ഒന്നും ലഭിച്ചില്ലെങ്കിലും ആ വ്യക്തിയുടെ മാനസികമായ പിന്തുണ നിങ്ങൾക്ക് വലുതായിരുന്നു. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചു. നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് പിന്തുണ നൽകി. ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളെപ്പോഴും നൽകി. ആ സ്നേഹത്തിന് വിലയുണ്ടായിരുന്നു, ആ സ്നേഹത്തിന് പരിഗണനയുണ്ടായിരുന്നു. ആ സ്നേഹം ആ വ്യക്തിയിലേക്ക് നൽകിയപ്പോൾ ആ വ്യക്തിക്കത് വളരെ പ്രധാനപ്പെട്ടതായി. മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ആ വ്യക്തി നേരിട്ടിരുന്നു. അന്നൊക്കെ ആ വ്യക്തിയെ സഹായിക്കാനുണ്ടായത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ നൽകിയ പിന്തുണ കൊണ്ടാണ് ആ വ്യക്തി രക്ഷപ്പെട്ടത്, ആ വ്യക്തിക്ക് സഹായകമായത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകരാതെ നിലനിന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നൽകിയ പിന്തുണയും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണയുമാണ്. ഒരുപാട് പേര് ആ വ്യക്തിയെ വഞ്ചിച്ചിട്ടുണ്ട്. ആ വ്യക്തി ആദ്യം നിങ്ങളെയും സംശയിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ കൈപ്പേറിയ അനുഭവങ്ങളല്ലായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയത്. അത് ആ വ്യക്തിക്ക് പ്രചോദനമായി. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് ഏറ്റവും നന്മയോടെയാണ്, ഏറ്റവും നല്ല മനസ്സോടെയാണ്.
ആത്മാർത്ഥത ഒരിക്കലും പരാജയപ്പെടില്ല. അതിൻ്റെ തെളിവാണ് ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേർ വിചാരിച്ചു നിങ്ങളെ ആ വ്യക്തി വഞ്ചിക്കുമെന്നും ആ വ്യക്തിയെ നിങ്ങൾ വഞ്ചിക്കുമെന്നുമായിരുന്നു. അവരതിന് ഒരുപാട് തെളിവുകളും സാഹചര്യങ്ങളൊക്കെ നിരത്തി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിച്ചു. തകർന്ന് തരിപ്പണമാകും നിങ്ങൾ രണ്ടുപേരും എന്ന് കരുതി ഉറപ്പിച്ചിരുന്നവരുണ്ട്. അവരുടെ മുഖം പതുക്കെ പതുക്കെ വികൃതമാകാൻ തുടങ്ങി. മറ്റൊന്നും കൊണ്ടല്ല, അവരാഗ്രഹിച്ചത് അവർക്ക് നേടാൻ കഴിയാതെ, അവർക്ക് ആഗ്രഹിച്ചതിലേക്ക് അവർക്കെത്താൻ കഴിയാതെ അവർ പ്രതിസന്ധിയിലായിപ്പോയി. ആ പ്രതിസന്ധി അവരെ സംബന്ധിച്ച് ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. അവർക്ക് നേരിടാനോ വിജയിക്കാനോ സാധിച്ചില്ല. അവരെ സംബന്ധിച്ച് ആ പരാജയം ഒരിക്കലും തീരുന്നതുമല്ല. ഇന്നും അവർ കാത്തിരിക്കുകയാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും തകർച്ചയെ. പക്ഷെ അവർക്ക് അത് ലഭിക്കില്ല. കാരണം ആത്മാർത്ഥമായ രണ്ട് ഹൃദയങ്ങളാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഹൃദയം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരാജയമില്ല. കാത്തിരുന്നവർ കാത്തിരുന്ന് തകരുമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.